Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ അറബിക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററിന് ശേഷമുള്ള വർക്കുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലെ പാഠഭാഗം മനസ്സിലാക്കി. ഇന്ന് അതിന് ശേഷമുള്ള വർക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നഖറഉ വ നഫ്ഹമു. നഖറഉ, let us read, നമുക്ക് വായിക്കാം. വ ആൻഡ് നഫ്ഹമു, and understand. let us read and understand. നമുക്കിത് വായിക്കാം, വായിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താ വായിക്കേണ്ടത് നോക്കാം. നഖറഉൽ ജുമല വ നുനാഖിഷുൽ കലിമാത്തിൽ മുലവ്വന. നഖറഉ, let us read, നമുക്ക് വായിക്കാം. അൽ ജുമല, the sentences. ജുമൽ എന്നാൽ സെന്റൻസസ്, സെന്റൻസുകൾ. ജുംലത്തുൻ എന്നതിൻ്റെ ജം ആണ് ജുമൽ, സെന്റൻസുകൾ. അപ്പോൾ നമുക്ക് ഈ സെന്റൻസുകൾ വായിക്കാം. ഇവിടെ കുറേ സെന്റൻസുകൾ കണ്ടില്ലേ? 5 ഒരു ഭാഗത്ത് 5 മറുഭാഗത്തുണ്ട് അല്ലേ? അത് നമുക്ക് വായിക്കാം. ആൻഡ് നുനാഖിഷു, ലെറ്റ് us ഡിസ്കസ്, നമുക്ക് ചർച്ച ചെയ്യാം. അൽ കലിമാത്തി, ദ വേർഡ്സ്, വാക്കുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കലിമത്തുൻ എന്നതിൻ്റെ ജം ആണ് കലിമാത്ത്, വേർഡ്സ്. ഏത് വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ കുറേ വേർഡ്സ് ഉണ്ടല്ലോ. ഏത് വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അൽ മുലവ്വന, കളേർഡ്. ലെറ്റ് us ഡിസ്കസ് ദ കളേർഡ് വേർഡ്സ്. ഇവിടെ കളറിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, ഒന്നാമത്തത് എന്താണെന്ന് നോക്കാം. ആദ്യം ഈ സൈഡിലുള്ള കാര്യങ്ങൾ വായിക്കാം. ഹമല ഇബ്രാഹിം ഇബ്നഹു. ഹമല, അതിനെക്കുറിച്ചാണല്ലോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഹമല, വഹിച്ചു, എടുത്തു. ഇബ്രാഹിം, ഇബ്രാഹിം എടുത്തു. ഇബ്രാഹിം ക്യാരീഡ് ഇബ്നഹു, തൻ്റെ മകനെ. ഇബ്രാഹിം ക്യാരീഡ് ഹിസ് സൺ. അപ്പം ഹമല എന്ന വേർഡ് എടുത്തു അല്ലെ, വഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ ക്യാരീഡ് എന്നാണ് അതിൻ്റെ മീനിങ്. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ. ലബിസത്ത്, ലബിസത്ത്, ധരിച്ചു, അണിഞ്ഞു. വസ്ത്രമൊക്കെ ധരിക്കുന്നതിനെയാണ് ലബിസ എന്ന് പറയുക. ലബിസത്ത്, ധരിച്ചു. അതിനെ ഇംഗ്ലീഷിൽ വോർ എന്നാണ് പറയാം, ധരിച്ചു. അൽ അർലു, ഭൂമി ധരിച്ചു. റിദാഅൻ, തട്ടം അഥവാ ഗൗണ്, ഗൗൺ. അഹ്ലർ, പച്ച. ഭൂമി പച്ചത്തട്ടം ധരിച്ചു. ഭൂമി പച്ചത്തട്ടം ധരിക്കുമോ? ആ ഭൂമിയിലെ ഈ പച്ച കളറുള്ള ചെടികൾ ഇങ്ങനെ പരന്ന്, പുല്ലുകൾ ഇങ്ങനെ വളർന്നു കിടക്കുന്നത് കാണുമ്പോൾ ഒരു തട്ടം വിരിച്ചതുപോലെ തോന്നല്ലോ. അതിനെക്കുറിച്ച് സാഹിത്യ രൂപത്തിൽ പറഞ്ഞതാണ്. ഭൂമി പച്ചത്തട്ടം ധരിച്ചു. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ. ഫതഹത്ത് സൈനബു അൽ ബാബ. ഫതഹത്ത്, ഓപ്പൺഡ്, ഓപ്പൺഡ്, തുറന്നു. സൈനബു, സൈനബ് തുറന്നു. അൽ ബാബ, വാതിൽ തുറന്നു. സൈനബ് ഓപ്പൺഡ് ദ ഡോർ. ജലസത്ത് ത്വയ്റു അല ഷജറത്തി. ജലസത്ത്, ഇരുന്നു. സാറ്റ്, ഇരുന്നു. അത്വയ്റു, പക്ഷികൾ ഇരുന്നു. അല ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ. ദ ബേർഡ്സ് സാറ്റ് ഓൺ ദ ട്രീ. ഖറജു, അവർ പുറത്തേക്ക് പോയി. ദേ ഗോട്ട് ഔട്ട്, അല്ലെങ്കിൽ ദേ വെന്റ് ഔട്ട് എന്നും പറയാം. അവർ പുറത്തേക്ക് പോയി. സാലിമീന, സുരക്ഷിതരായിക്കൊണ്ട്. ദേ ഗോട്ട് ഔട്ട് സേഫ്ലി. ദേ ഗോട്ട് ഔട്ട് സേഫ്ലി. ഇനി നമുക്ക് മറുഭാഗത്തിലൂടെ വായിച്ചു നോക്കാം. അൽ മത്തറു യൻസിലു. അൽ മത്തറു, മഴ. യൻസിലു, പെയ്യുന്നു. ദ റെയിൻ ഈസ് ഫാളിങ്. യൻസിലു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഈസ് ഫാളിങ്, പെയ്യുന്നു, പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നു. തസീലുൽ മിയാഹു. തസീലു, ഒഴുകുന്നു. ഫ്ലോയിങ്, ഒഴുകുന്നു. ഈസ് ഫ്ലോയിങ് അല്ലേ? അൽ മിയാഹു, വെള്ളം. ദ വാട്ടർ ഈസ് ഫ്ലോയിങ്. യഫീലു, നിറഞ്ഞൊഴുകുന്നു. ഈസ് ഓവർ ഫ്ലോയിങ്. അന്നഹ്റു, ദ റിവർ, പുഴ നിറഞ്ഞൊഴുകുന്നു. അർയാഹു തഅസിഫു ബിശിദ്ദത്തിൻ. അർയാഹു, കാറ്റുകൾ. ദ വിൻസ്
തഅസിഫു അടിക്കുന്നു, ആർ ബ്ലോയിങ്. ദ വിൻസ് ആർ ബ്ലോയിങ് അടിച്ചു വീശുന്നു. ബിശിദ്ദത്തിൻ ഫിയേഴ്സിലി ശക്തമായിട്ട്. തദ്ഫഉ തള്ളുന്നു, തദ്ഫഉ തള്ളുന്നു അഥവാ ഈസ് പുഷിങ്. അൽ മിയാഹു ദ വാട്ടർ വെള്ളം തള്ളുന്നു. ബാബ വാതിലിനെ, അൽ ബൈത്തി വീടിൻ്റെ വാതിലിനെ വെള്ളം തള്ളുന്നു. ദ വാട്ടർ ഈസ് പുഷിങ് അഗെയിൻസ്റ്റ് ദ ഡോർ ഓഫ് ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഡോർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ കളറിൽ കൊടുത്ത വേർഡ്സിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മീനിങ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യം ഈ ഹമല, ഈ ഭാഗത്തുള്ള ഈ വേർഡ്സ് നോക്കാം. ഹമല വഹിച്ചു, കുട്ടിയെ എടുത്തു അല്ലേ, വഹിച്ചു. അത് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ, എടുത്തു. ഇപ്പോൾ എന്തിൻ്റെ ഇംഗ്ലീഷ് മീനിങ് നോക്കൂ നിങ്ങൾ, ക്യാരീഡ് എന്നാണ് അല്ലേ. ഓക്കെ, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണല്ലോ. മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കുറേ ഇംഗ്ലീഷൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ക്യാരീഡ് എന്നത് ഏത് ടെൻസാണ്? അത് പാസ്റ്റ് ടെൻസാണല്ലേ, അഥവാ കഴിഞ്ഞ കാര്യമാണ്. എടുത്തു എന്നാണ്. എടുക്കും എന്നോ അല്ലെങ്കിൽ എടുക്കുന്നു എന്നോ അല്ലല്ലോ പറഞ്ഞത്, എടുത്തു കഴിഞ്ഞ കാര്യമാണ്. അത്തരം കഴിഞ്ഞ വെർബുകളെ അല്ലേ, കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്ന വെർബുകളെയാണ് നമ്മൾ എന്ത് പറയുക, പാസ്റ്റ് എന്ന് പറയാം. യെസ്. അപ്പോൾ ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അത്ര ഭംഗിയൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ ഹമല എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞ ഒരു പ്രവർത്തനമാണ്, എടുത്തു. അറബിയിൽ അതിന് മാലി എന്നാണ് പറയുക. എന്താ പറയുക? മാലി എന്നാൽ പാസ്റ്റ് ടെൻസിനാണ് മാലി എന്ന് പറയുക. അപ്പോൾ ഹമല എന്നതൊരു പ്രവൃത്തിയാണ്, അഥവാ ഒരു വെർബാണ്. അറബിയിൽ വെർബിന് ഫിഅല് എന്നാണ് പറയുക. ഇതെന്ത് തരം വെർബാണ്? ഇതൊരു പാസ്റ്റ് വെർബാണ്, പാസ്റ്റ് ടെൻസിലുള്ളൊരു വെർബാണത്. അറബിയിൽ പറഞ്ഞാൽ അതൊരു മാലിയായ ഫിഅലാണ്. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, ഫിഅല് എന്ന് പറഞ്ഞാൽ വെർബ്. ഓക്കെ, ഇതൊരു മാലിയായ ഫിഅലാണ് ഹമല. ഇനി നോക്കൂ, ലബിസത്ത് ധരിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതും ഇതുപോലെ പാസ്റ്റ് തന്നെയാണ്. അതൊരു മാലി എന്നാണ് അറബിയിൽ പറയുക. ഫതഹ തുറന്നു, ചെയ്ത് കഴിഞ്ഞില്ലേ, തുറന്നു. ഓക്കെ, അതും പാസ്റ്റാണ്, അഥവാ മാലിയാണ്. ജലസത്ത് ഇരുന്നു, അതും അങ്ങനെ തന്നെ. ഖറജു അവർ പുറത്തേക്ക് പോയി, ഖറജു അവർ പുറപ്പെട്ടു, പുറത്തേക്ക് പോയി. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി ഞാൻ അടിയിൽ വരച്ച കണ്ടല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അതൊക്കെ പാസ്റ്റാണ്, അഥവാ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ചെയ്ത് കഴിഞ്ഞ ഇത്തരം വെർബുകളെയാണ് എന്ത് പറയാം, മാലി എന്ന് പറയാം. ഇനി നാം മറുഭാഗം നോക്കൂ നിങ്ങൾ. യൻസിലു അൽ മത്തറു യൻസിലു എന്ന് പറഞ്ഞാൽ എന്താ? പെയ്യുന്നു. പെയ്തു എന്നല്ല, ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുക, പെയ്യുന്നു. അൽ മത്തറു യൻസിലു. ഓക്കെ, ദ റെയിൻ ഈസ് ഫാളിങ്, മഴ പെയ്യുന്നു. അപ്പോൾ ഈസ് ഫാളിങ് എന്ന ഇത് കണ്ടാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക. ഈസ് ഫാളിങ് എന്ന് കണ്ടാൽ നമുക്ക് എന്താ പറയുക എന്ന് മനസ്സിലാക്കാം. അതൊരു പ്രസൻറ്റ് ടെൻസാണ് അല്ലേ, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രസൻറ്റ് ടെൻസിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് ടെൻസിനെ എന്താണ് ഇംഗ്ലീഷ് അറബിയിൽ പറയുക? അതിന് മുലാരിയ എന്നാണ് പറയുക. മുലാരിയ അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അതൊക്കെ എഴുതിയത് തെറ്റിപ്പോയി, നമ്മൾ എല്ലാവരും ക്ഷമിക്കുക. മുലാരിയ, ഇതൊക്കെ നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കാമെന്നുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിൽ അത് ഉള്ളത് കൊണ്ട് പറയാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ യൻസിലു പെയ്യുന്നു. അപ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത്തരം ഫെയിലുകളെ മുലാരി എന്നാണ് പറയുക. ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. അറബിയിൽ അതിന് ഇത് മുലാരി ആയ ഒരു ഫിഅലാണ് എന്നാണ് പറയുക. ഫിഅല് എന്ന് പറഞ്ഞാൽ വെർബ്, മുലാരി എന്നാലോ പ്രസൻറ്റ് ടെൻസിലുള്ള. തസീലു ഒഴുകുന്നു, ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുക, ഒഴുകുന്നു. ഈസ് ഫ്ലോയിങ് അല്ലേ, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അതിന് അതും ഒരു മുലാരിയായ ഫിഅലാണ്, അഥവാ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രവൃത്തിയാണ്. യഫീലു ഓവർഫ്ലോയിങ് അല്ലേ, അതിങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു എന്നല്ലേ. യെസ്, അപ്പോൾ അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും മുലാരി ആണ്. തഅസിഫു അടിക്കുന്നു, കാറ്റടിക്കുന്നു. ഈസ് ബ്ലോയിങ്
അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തദ്ഫഉ തള്ളുന്നു. യെസ്, ഇപ്പോൾ തള്ളിക്കൊണ്ടിരിക്കുക, തള്ളുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ മുളാരി എന്നാണ് പറയുക. ഓക്കെ, ഈ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടത് ഹമല, ലബിസദ്, ഫതഹ അല്ലേ, അതൊക്കെ എന്താണ്? അതൊക്കെ മാലിയായ ഫെയിലുകളാണ്. മറു സൈഡിലുള്ളതൊക്കെ മുളാരി ആയ ഫീലുകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ മാലി, എന്താ മുളാരി എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചർ ടെൻസിനും അറബിയിൽ മുളാരി എന്ന് തന്നെയാണ് കേട്ടോ പറയാ. അതും അതിനെ കൂട്ടത്ത് മനസ്സിലാക്കുക. ഈ യൻസിലു എന്നതിന് ഈ രണ്ട് അർത്ഥമുണ്ട്. പെയ്യുന്നു എന്നും പറയാം, പെയ്യും എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാൽ ഈ രണ്ട് തരം വേർഡ്സിനെ പറ്റി, രണ്ട് തരം ഫീലുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്ന അടുത്ത വർക്കിലേക്ക് നോക്കാം. നഖറഉൽ ഹികായത വനുനാഖിശുൽ കലിമാത്തിൽ മുലവ്വന. നഖറഉ നമുക്ക് വായിക്കാം. ലെറ്റ് us read അൽ ഹികായ, ദ സ്റ്റോറി. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്. അത് നമുക്ക് വായിക്കാം. ആൻഡ് നുനാഖിഷു നമുക്ക് ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്യാം. അൽ കലിമാത്ത് വേർഡ്സിനെ കുറിച്ച്. കലിമത്ത് എന്നതിൻ്റെ ജമാണ് കലിമാത്ത്, വേർഡ്സ് വാക്കുകളെ കുറിച്ച്. അൽ മുലവ്വന കളേർഡ്. ഇതൊരു കഥയാണ്. ഈ കഥയ്ക്കിടയിൽ നിങ്ങൾ കാണാം ഇവിടെ പല വേർഡ്സും റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നു. ആ കളേർഡ് വേർഡ്സിനെ കുറിച്ച്, ആ കളറിൽ കൊടുത്തിട്ടുള്ള വേർഡ്സിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഈ കഥയൊന്ന് വായിച്ച് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. വബഅദ അയ്യാമിൻ റജഅത് സൈനബു മഅ الزوج والأولاد إلى البيت. ബഅദ ആഫ്റ്റർ, ശേഷം. അയ്യാമിൻ യൗമുൻ എന്നതിൻ്റെ ജംആണ് അയ്യാം, ദിവസങ്ങൾ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. റജഅത് മടങ്ങി വന്നു, റിട്ടേൺഡ്. സൈനബു സൈനബ് മടങ്ങി വന്നു. മഅ വിത്ത്, അസ്സൗജി ഹസ്ബൻഡ്, ഭർത്താവിൻ്റെ കൂടെ സൈനബ് മടങ്ങി വന്നു. ആൻഡ് അൽ ഔലാദ്, ദ ചിൽഡ്രൻ. അപ്പോൾ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കൂടെ സൈനബ് കുറേ ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വന്നു. ഇലൽ ബൈത്തി, ഇലൽ ബൈത്തി എന്നാൽ വീട്ടിലേക്ക്, ടു ദി ഹൗസ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് സൈനബ് റിട്ടേൺഡ് വിത്ത് ഹെർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ടു ദി ഹൗസ്. അപ്പോൾ നേരത്തെ വെള്ളം കയറിയപ്പോൾ അവർ വീട് വിട്ട് പോയതാണല്ലോ. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വന്നതാണ്. കൂടെ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. ആൻഡ് കാന ആയിരുന്നു, വാസ്. അൽ ബൈത്തു ദ ഹൗസ്, ദ ഹൗസ് വാസ് മലീഅൻ നിറഞ്ഞതായിരുന്നു, ഫുൾ ഓഫ് അഥവാ നിറഞ്ഞതായിരുന്നു. ബിൽ ഔസാഖ്, ഫുൾ ഓഫ് ഡേർട്ട്. ഔസാഖ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ. ഫുൾ ഓഫ് ഡേർട്ട്, നിറയെ മാലിന്യങ്ങളായിരുന്നു. ദ ഹൗസ് വാസ് ഫുൾ ഓഫ് ഡേർട്ട്. നല്ലഫ വൃത്തിയാക്കി, ക്ലീൻഡ്. അൽ വാലിദു ദ ഫാദർ ക്ലീൻഡ്. അൽ ഗുറഫ റൂമുകൾ. ഗുർഫത്തിൻ എന്നതിൻ്റെ ജംആണ് ഗുറഫ്, റൂംസ്. ദ ഫാദർ ക്ലീൻഡ് ദ റൂംസ്. ആൻഡ് സാഅദഹു, സാഅദ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്ഡ്, സഹായിച്ചു. സാഅദഹു, ഹെൽപ്ഡ് ഹിം, അദ്ദേഹത്തെ സഹായിച്ചു. ആരാ സഹായിച്ചത്? അഹ്മദ്, മകനാണല്ലോ അഹ്മദ്. അഹ്മദ് അദ്ദേഹത്തെ സഹായിച്ചു. ആൻഡ് ഗസല, അവർ രണ്ടുപേരും കഴുകി. ആരാ ഈ രണ്ടുപേര്? ഉപ്പയും അഹ്മദും. ഉപ്പയും അഹ്മദും വൃത്തിയാക്കി, കഴുകി. ദേ ബോത്ത് വാഷ്ഡ്. അൽ ജുദ്റാന, ജുദ്റാൻ എന്ന് പറഞ്ഞാൽ ചുമരുകൾ, ദ വാൾസ്. ദേ ബോത്ത് വാഷ്ഡ് ദി വാൾസ്, അവർ രണ്ടുപേരും ചുമരുകൾ കഴുകി. നശഫത്ത്, നശഫത്ത് ഉണക്കി. അൽ ഉമ്മു, ഉമ്മ. വൽ ബനാത്തു, ആൻഡ് ദ ഡോട്ടേഴ്സ്. ദ മദർ ആൻഡ് ഡോട്ടേഴ്സ് ഡ്രൈഡ്. നശഫ എന്ന് പറഞ്ഞാൽ ഡ്രൈഡ്, ഉണക്കി. അൽ മാ, വെള്ളം ഉണക്കി. വെള്ളം ഉണക്കൽ എങ്ങനെ? എവിടെ നിന്നാണ്? മിനൽ ഗുറഫി, റൂമിൽ നിന്ന് വെള്ളം ഉണക്കി, അഥവാ വെള്ളം തുടച്ചെടുത്തു എന്നതിൻ്റെ അർത്ഥം. ദ മദർ ആൻഡ് ഡോട്ടേഴ്സ് ഡ്രൈഡ് ദ വാട്ടർ ഫ്രം ദ റൂംസ്. ആൻഡ് നല്ലഫ്ന, അവർ വൃത്തിയാക്കി. ആര്? ഉമ്മയും ആ പെൺകുട്ടികളും വൃത്തിയാക്കി. നല്ലഫ്ന, ദേ ക്ലീൻഡ്. അൽ മത്ബഖ, ദ കിച്ചൺ അവർ വൃത്തിയാക്കി, അടുക്കള വൃത്തിയാക്കി.
ആയിഷ വ ഫാത്തിമ, ആയിഷയും ഫാത്തിമയും, അവർ രണ്ടുപേർ, രണ്ട് പെൺകുട്ടികളാണല്ലോ, അവർ റത്തബതാ, അവർ രണ്ടുപേരും ക്രമീകരിച്ചു. ആയിഷ ആൻഡ് ഫാത്തിമ അറേഞ്ച്ഡ് അൽ അസാസ, ഫർണിച്ചർ, അവിടെ മേശ കട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതാണ്. ആയിഷ ആൻഡ് ഫാത്തിമ അറേഞ്ച്ഡ് ദ ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ കഥയുടെ മീനിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ കളേർഡ് വേർഡ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നോക്കൂ നിങ്ങൾ, വബഅദ അയ്യാമിൻ റജഅത്ത് സൈനബ്. ആദ്യം റജഅത്ത് എന്ന വേർഡാണല്ലോ അല്ലേ, റജഅത്ത് സൈനബ്. രണ്ടും കൂടി നമുക്ക് ഒന്നിച്ചട് ഒന്ന് നോക്കാം. റജഅത്ത് സൈനബു, സൈനബ് മടങ്ങി വന്നു. ഓക്കെ, അപ്പോൾ റജഅത്ത് എന്നാൽ അവൾ മടങ്ങി വന്നു എന്നാണ് അർത്ഥം. അവൾ മടങ്ങി വന്നു. ഒരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴാണ് റജഅത്ത് എന്ന് പറയാം. ത് എന്ന് റജഅ എന്നാണല്ലോ ശരിക്കുള്ള ഫീല്. അതിൻ്റെ അവസാനം ഒരു ത് ചേർത്ത് നിങ്ങൾ കണ്ടില്ലേ, അതാണ്. ഒരു സ്ത്രീ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഫെയിലിൻ്റെ അവസാനം, മാലിയായ ഫെയിലിൻ്റെ അവസാനം ഇങ്ങനെ ത് എന്ന് ചേർക്കാറുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത നോക്കൂ. നല്ലഫൽ വാലിദു, നല്ലഫ വൃത്തിയാക്കി, അൽ വാലിദു ഉപ്പ വൃത്തിയാക്കി. നല്ലഫ എന്നാൽ വൃത്തിയാക്കി. അവിടെ റജഅത്ത് എന്നതിൻ്റെ അവസാനമുള്ള ത് പോലെ നല്ലഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇവിടെ ഉപ്പയാണ് വൃത്തിയാക്കിയിട്ടുള്ളത് അല്ലേ, പുരുഷനാണ്. ഒരു പുരുഷൻ വൃത്തിയാക്കി എന്ന് പറയുകയാണെങ്കിൽ നല്ലഫ എന്നാണ് പറയാം. എന്നാൽ സൈനബ് വൃത്തിയാക്കി എന്ന് എങ്ങനെയാണ് പറയുക? അപ്പോൾ നമ്മൾ അതിൻ്റെ അവസാനം ത് എന്ന് ചേർക്കണം. നല്ലഫത്ത്, നല്ലഫത്ത് സൈനബു എന്നാണ് പറയുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത റെഡ് കളർ നോക്കൂ. ഗസല അൽ ജുദ്റാന അല്ലേ, ഗസല അവർ രണ്ടുപേരും വൃത്തിയാക്കി. ഇവിടെ ഗസല എന്ന വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജുദ്റാൻ നോക്കണമെന്നില്ല. ഗസല അവർ രണ്ടുപേർ വൃത്തിയാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാ രണ്ടുപേര്? അഹ്മദും പിന്നെ ഉപ്പയും അല്ലേ, അഹ്മദും ഉപ്പയും വൃത്തിയാക്കി. അൽ ജുദ്റാന ഏത് ചുമരുകൾ വൃത്തിയാക്കി എന്നാണ് പറയുന്നത്. അവിടെ രണ്ട് പുരുഷന്മാരല്ലേ അത് ചെയ്തത്, ആര്? ഉപ്പയും അഹ്മദും. അപ്പോൾ രണ്ട് പുരുഷന്മാർ വൃത്തിയാക്കി എന്ന് പറയുന്നതായതുകൊണ്ടാണ് ഗസല. ഗസല എന്നാണ്, നീട്ടില്ലാതാണെങ്കിൽ ഒരാൾ വൃത്തിയാക്കുകയാണെങ്കിൽ ഗസല എന്നാണ് പറയുക. അവൻ വൃത്തിയാക്കി എന്നാണ് അർത്ഥം. ഗസല എന്ന അവസാനം ഒരു അലിഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗസല, അത് രണ്ടു പേരുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. രണ്ടു പേർ ചെയ്ത കാര്യമാണ്. അഹ്മദും ഉപ്പയും കൂടി വൃത്തിയാക്കി എന്നാണ് ഗസല എന്നതിൻ്റെ അർത്ഥം. ഇവിടെ കളറുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യുക. നല്ലഫ്ന, നല്ലഫ്ന അവർ കുറേ സ്ത്രീകൾ വൃത്തിയാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലഫ്ന, ഇതിൻ്റെ അവസാനം വന്നുള്ള ഈ നൂനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലഫ്ന അവർ കുറേ സ്ത്രീകൾ വൃത്തിയാക്കി. ആരാണ് ഈ കുറേ സ്ത്രീകൾ ഇവിടെ വൃത്തിയാക്കിയത്? ഉമ്മയും പെൺകുട്ടികളും അല്ലേ, അവർ രണ്ട് പെൺകുട്ടികളും ഉമ്മയും. അപ്പോൾ രണ്ടിലേറെ ആൾക്കാരുണ്ട്. അപ്പോഴാണ് രണ്ടിലേറെ സ്ത്രീകൾ ചെയ്യുമ്പോഴാണ് നല്ലഫ്ന എന്ന സ്റ്റൈലിൽ പറയാം. ആയിഷ വ ഫാത്തിമ. അടുത്ത നോക്കൂ നിങ്ങൾ, ആയിഷയും ഫാത്തിമയും രണ്ട് പെൺകുട്ടികളല്ലേ. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ചെയ്തത് കൊണ്ടാണ് റത്തബത എന്ന് പറഞ്ഞിട്ടുള്ളത്. റത്തബത. രണ്ട് പുരുഷന്മാരാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ റത്തബ എന്നാണ് പറയുക. റത്തബ. ഇവിടെ റത്തബത്ത എന്ന് പറഞ്ഞ് ഒരു താവും കൂടി ചേർത്ത് പിന്നെയാണ് അലിഫ് ചേർത്തല്ലേ, റത്തബത്ത. അത് രണ്ട് സ്ത്രീകളായതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്കൂ നിങ്ങൾ, വഫീ ദാലിക്കൽ യൗമി സുർന ബൈത സൈനബ് ഫമാദാ റഅയ്ന. വഫീ ദാലിക്കൽ യൗം, ആ ദിവസം, ദാറ്റ് ഡേ. ദാലിക്ക എന്നാണ് ദാറ്റ്, യൗം ദിവസം. ദാറ്റ് ഡേ സുർന വി വിസിറ്റഡ്, നമ്മൾ സന്ദർശിച്ചു. ബൈത്ത് ഹൗസ്, ആരുടെ ഹൗസ്? സൈനബ്, സൈനബിൻ്റെ ഹൗസ്. ദാറ്റ് ഡേ വി വിസിറ്റഡ് സൈനബ്സ് ഹൗസ്. ഫ അപ്പോൾ, മാതാ വാട്ട് എന്താണ്, റഅയ്ന നമ്മൾ കണ്ടത്, വാട്ട് ഡിഡ് വി സീ നമ്മൾ എന്താ അപ്പോൾ കണ്ടത്, അതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. നക്തുബുൽ ഹികായത സാബിഖത ബിതബ്ദീലിൽ അഫ്ആലിൽ മാളിയത ഇലൽ മുളാരി'.
നക്തുബു, ലെറ്റ് us റൈറ്റ്, നമുക്ക് എഴുതാം. അൽ ഹിക്കായ, ദ സ്റ്റോറി. അസ്സാബിഖ, പ്രീവിയസ്, നമുക്ക് കഴിഞ്ഞ ആ കഥ എഴുതാം. നേരത്തെ നമ്മളൊരു കഥ വായിച്ചല്ലോ, ആ സൈനബ് വീട്ടിലേക്ക് മടങ്ങി ചെന്നു വീട് വൃത്തിയാക്കിയ കാര്യമൊക്കെ പറയുന്ന ആ കഥ നമ്മൾ വായിച്ചില്ലേ. ആ കഥ നമുക്ക് എഴുതാം, ഒന്നുകൂടി എഴുതാം. ബി തബ്ദീലി, മാറ്റം വരുത്തിക്കൊണ്ട്. ബൈ ചേഞ്ചിങ്, എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്? അൽ അഫ്ആൽ അൽ മാലിയ, മാലിയായ ഫീലുകളെ ഇലൽ മുലാരി, മുലാരി ആക്കി മാറ്റാം. അപ്പം അതിലൊക്കെ ഉണ്ടായിരുന്ന മാലിയായ ഫീലുകളാണ്, അഥവാ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകളാണ് അതിലുണ്ടായിരുന്നത്. അതിനൊക്കെ നമുക്ക് പ്രസൻറ്റ് ടെൻസിലുള്ള അഥവാ മുലാരി ആയ ഫീലുകളാക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് തുടങ്ങേണ്ടത്? കാനൽ ബൈത്തു മലി അംബിൽ ഔസാഖി, കാനൽ ബൈത്തു വീട് ആയിരുന്നു, ദ ഹൗസ് വാസ് മലി അംബിൽ ഔസാഖ്, ഫുൾ ഓഫ് ഡേർട്ട്, വീട് നിറയെ മാലിന്യങ്ങളായിരുന്നു. നേരത്തെ നല്ലഫ എന്നല്ലേ ആ കഥയിലുണ്ടായിരുന്നത്, ഇവിടെ യുനല്ലിഫു എന്നാക്കി. അതിൻ്റെ മുലാരിയാണിത്. ആ മാലിയായ നല്ലഫ എന്ന മാലിയെ മുലാരിയാക്കി യുനല്ലിഫു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ. യുനല്ലിഫുൽ വാലിദു, ദ ഫാദർ ക്ലീൻസ്, ഫാദർ വൃത്തിയാക്കുന്നു. അൽ ഖുറഫ, റൂമുകൾ, ദ ഫാദർ ക്ലീൻസ് ദ റൂംസ്. വ ആൻഡ് യുസാഇദുഹു, അവനെ അദ്ദേഹത്തെ സഹായിക്കുന്നു. നേരത്തെ സാഅദഹു എന്നാണ് ഉണ്ടായിരുന്നത്, അതിവിടെ യുസാഇദുഹു എന്നാക്കി. യുസാഇദുഹു അഹ്മദ്, അഹ്മദ് അദ്ദേഹത്തെ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മാലിയായ ഫീലുകളെയൊക്കെ മുലാരിയാക്കി മാറ്റിക്കൊണ്ട് ആ കഥ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം, ഒന്നുകൂടി എഴുതാം. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ നേരത്തെയുള്ള ആ കഥ, നേരത്തെ നമ്മൾ വായിച്ച കഥ കിട്ടിയാൽ എളുപ്പമല്ലേ നോക്കി എഴുതാൻ, അതും കൂടി എടുക്കാം എഴുതാൻ. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഇത്രയും നമ്മൾ എഴുതില്ലേ. കാനൽ ബൈത്തു മലിയമ്പിൽ ഔസാഖി യുനല്ലിഫ് സായിദുഹു അഹ്മദ് വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതാ ഇവിടെ ഈ നേരത്തെ വായിച്ച ആ കഥയാണ്, അതായത് ഇതാ ഇവിടെ സാഅദഹു അഹ്മദ് എന്നത് വരെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി വഗസല, അവർ രണ്ടുപേരും കഴുകി എന്നാണ്. ഗസല, അവർ രണ്ടുപേരും കഴുകി എന്ന് പറയണം. അപ്പോൾ അത് മുലാരിയിലാക്കുമ്പോൾ യഗ്സിലാനി എന്നാണ് പറയുക. യഗ്സിലാനി, അവർ രണ്ടുപേരും വൃത്തിയാക്കുന്നു. അൽ ജുദ്റാന, ജുദ്റാൻ എന്നാൽ വാൾസ് അഥവാ ചുമരുകൾ. ഇനി നോക്കൂ നിങ്ങൾ, നശഫത്ത്, നശഫത്ത്, അതിനെ നമ്മൾ മുലാരിയാക്കുമ്പോൾ തൻഷുഫു എന്നാണ് മാറുക. പിന്നെ അതാ ഇവിടെ നോക്കൂ, വനല്ലഫ്ന എന്നല്ല താഴത്തുണ്ടായിരുന്നത്, നല്ലഫ്ന, അവർ കുറേ സ്ത്രീകൾ വൃത്തിയാക്കി എന്നാണ്. ആരെ? ഉമ്മയും പെൺകുട്ടികളും വൃത്തിയാക്കി. അപ്പോൾ അതിനെ നമ്മൾ മുലാരിയാക്കുമ്പോൾ യുനല്ലിഫ്ന എന്നാണ്. നല്ലഫ്ന, യുനല്ലിഫ്ന എന്നാൽ അവർ കുറേ സ്ത്രീകൾ വൃത്തിയാക്കുന്നു എന്നാണ്. എന്ത്? അൽ മത്ബഖ്, കിച്ചൻ. ഇനി താഴെയുള്ള കഥ നോക്കാം. ആയിഷ വ ഫാത്തിമ, ആയിഷയും ഫാത്തിമയും റത്തബത, അവർ രണ്ടുപേരും ക്രമീകരിച്ചു. റത്തബത എന്നതിനെ മുലാരിയാക്കുമ്പോൾ തിബാനി, അവർ രണ്ടുപേരും ക്രമീകരിക്കുന്നു എന്നായി മാറി. അടുത്ത വർക്ക് നോക്കാം. നഖറഉൽ ഹികായത സാബിഖത വനുറത്തിബുൽ കലിമാത്തിൽ മുലവ്വനത ഹസ്ബ തർതീബിൽ ആതി. നഖറഉ, ലെറ്റ് us read, അൽ ഹികായ, ദ സ്റ്റോറി. അസ്സാബിഖ, പ്രീവിയസ്. ലെറ്റ് us read the previous story. ഇപ്പോൾ നമ്മൾ വായിച്ച ആ കഥ ഉണ്ടല്ലോ, ആ കഥ ഒന്നുകൂടി വായിക്കാം. വ ആൻഡ് നുറത്തിബു, നമുക്ക് അറേഞ്ച് ചെയ്യാം. ലെറ്റ് us arrange, നമുക്ക് ക്രമീകരിക്കാം. അൽ കലിമാതി, ദ വേർഡ്സ്. ലെറ്റ് us arrange the words, നമുക്ക് ആ വാക്കുകളെ ക്രമീകരിക്കാം. ഏത് വാക്കുകളെ? അൽ മുലവ്വന, കളേർഡ്. ആ കഥയിൽ കളറിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ക്രമീകരിക്കാം. ഹസബ തർത്തീബിൽ ആത്തി, തർത്തീബ് എന്നാൽ ഓർഡർ, അല്ലാത്തി താഴെയുള്ള ഓർഡർ പോലെ നമുക്കതിനെ ക്രമീകരിക്കാം. ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത് മുകളിലുള്ള ഈ ഭാഗമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അത് ഇവിടെ ഒരു മോഡലാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫഅല, ഈ ബ്ലാക്ക് കളറിൽ നോക്കൂ നിങ്ങൾ. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന. ഒരുപക്ഷെ നിങ്ങൾ മദ്രസയിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പം പഠിക്കാം. ഈ ഫഅല, ഫഅല എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ ചെയ്തു എന്നാണ്.
അവൻ ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇത് ഈ മുദക്കർ എന്നതിൻ്റെ നേരെ അല്ലേ ഇത് ആണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. മെയിൽ, മുദക്കർ പുരുഷനാണ്. മുഅന്നസ് എന്ന് അതിൻ്റെ താഴത്ത് കണ്ടില്ലേ, അത് ഫീമെയിലാണ്. ഫീമെയിലാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാലോ സിംഗുലറാണ്, ഏകവചനം എന്നാണ് അർത്ഥം, സിംഗുലർ. മുസന്ന എന്ന് പറഞ്ഞാലോ രണ്ട് അഥവാ ഡബിൾ, രണ്ടാളാണ്, രണ്ടാളെ കുറിച്ച്. ജംഇ എന്ന് പറഞ്ഞാലോ പ്ലൂരലാണ്, പ്ലൂരൽ അഥവാ രണ്ടിലേറെ ആളുകൾ, പ്ലൂരൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫഅല എന്നത് നോക്കൂ. നിങ്ങൾ മുകളിൽ നോക്കിയാൽ അത് മുഫ്രദാണെന്ന് മനസ്സിലാക്കാം, ഈ സൈഡിൽ നോക്കിയാൽ മുദക്കറാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കോളത്തിൽ വളരെ മനോഹരമായിട്ട് അത് ക്രമീകരിച്ചിരിക്കുകയാണ്. ഫഅല എന്നതിൻ്റെ അർത്ഥം അവൻ ചെയ്തു എന്നാണ്. അവൻ ചെയ്തു. അവൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണ്. പിന്നെ എത്ര ആളുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അതാണ് ഫഅല, അവൻ ചെയ്തു. ഫഅല എന്ന് നോക്കൂ നിങ്ങൾ. ഫഅല അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം മുസന്ന എന്ന് കാണാം. രണ്ട് ആൾക്കാരുള്ളത് കൊണ്ടാണ് മുസന്ന എന്നതിൻ്റെ താഴെ എഴുതിയത്. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ, വേണ്ടോ, ഇവിടെ മുദക്കർ എന്നതിൻ്റെ നേരെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. അപ്പോൾ ഫഅല അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഅലു എന്നാലോ അവർ രണ്ടിലേറെ, 3, 4, 5 ഇനി 10, 100 അത്ര ആളുകൾ ചെയ്തു എന്നാണ് അർത്ഥം. കുറേ പേർ ചെയ്തു, രണ്ടിലേറെ പേർ ചെയ്തു എന്നാണ് ഫഅലു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാം ജംഇ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നു. ജംഇ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂരലാണ്, രണ്ടിലേറെ ആളുകളുണ്ട്. ഫഅലു എന്നത് അവിടെ ഈ മുദക്കർ എന്നതിന് നേരല്ലേ? യെസ്, അഥവാ അത് പുരുഷനുമാണ്. അപ്പോൾ ഫഅല എന്നത് അവൻ ചെയ്തു. ഫഅല അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഅലു അവർ രണ്ടിലേറെ പുരുഷന്മാർ ചെയ്തു. ഒരു ഓർഡറിലല്ലേ ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു തർത്തീബില്ലേ, അഥവാ ഒരു ഓർഡറില്ലേ. അവൻ ചെയ്തു, അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു, അവർ കുറേ പുരുഷന്മാർ ചെയ്തു. ഒക്കെ പുരുഷന്മാരെ കുറിച്ചാണ്. പക്ഷേ 1, 2, രണ്ടിലേറെ ആ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഫഅല, ഫഅല, ഫഅലു. ഇനി നിങ്ങൾ നോക്കൂ, ഫഅലത്ത് അത് ഈ മുഅന്നസ് എന്നതിൻ്റെ നേരല്ലേ കൊടുത്തിരിക്കുന്നത്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ പദം, സ്ത്രീയാണ് അല്ലേ. പിന്നെയോ മുഫ്രദ് എന്നതിൻ്റെ താഴെ വരുന്നത്. അപ്പോൾ ഫഅലത്ത് എന്നതിൻ്റെ അർത്ഥം അവൾ ചെയ്തു എന്നാണ്. ഫഅലത്ത് അവൾ ചെയ്തു. അവൾ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരാൾ. ആണാണോ പെണ്ണാണോ? പെണ്ണാണ്. അപ്പോൾ ഒരു പെണ്ണ് ചെയ്തു. ഫഅലത്ത്. ഫഅലത്താ അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു. അതുകൊണ്ടല്ലേ രണ്ട് സ്ത്രീകളായതുകൊണ്ട് ഈ മുസന്ന എന്നതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത്. സ്ത്രീകളായതുകൊണ്ടാണ് മുഅന്നസ് എന്നതിൻ്റെ നേരെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണ്. അപ്പോൾ ഫഅലത്താ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽന എന്നാൽ അവർ രണ്ടിലേറെ സ്ത്രീകൾ ചെയ്തു എന്നാണ്. രണ്ടിലേറെ, അതുകൊണ്ടാണ് ജംഇ എന്ന കോളത്തിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത്. മുഅന്നസ് എന്നതിന് നേരെ അല്ലേ എഴുതിയുള്ളത്. ഇങ്ങനെ മുഅന്നസ് എന്നതിന് നേരെ എഴുതിയല്ലേ അല്ലേ. അപ്പോൾ അത് സ്ത്രീ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫഅലത്ത് എന്നാൽ അവൾ ചെയ്തു. ഫഅലത്ത എന്നാൽ അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽന എന്നാലോ അവർ കുറേ സ്ത്രീകൾ ചെയ്തു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ഇത് ഒക്കെ മാളിയായ ഫീലുകളാണ്, അഥവാ പാസ്റ്റാണ്, ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, പിന്നെ ഇതിനെ ഒരു ക്രമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക. ആദ്യം പുരുഷന്മാർ, അവൻ ചെയ്തു, അവർ രണ്ട് പുരുഷന്മാർ ചെയ്തു, അവർ കുറേ അല്ലെ രണ്ടിലേറെ പുരുഷന്മാർ ചെയ്തു. പിന്നെന്ത് പറഞ്ഞു? അവൾ ചെയ്തു, അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു, അവർ രണ്ടിലേറെ സ്ത്രീകൾ ചെയ്തു. അറബിയിലുള്ള ഏതൊരു വെർബിനെയും നമുക്കിങ്ങനെ ക്രമീകരിക്കാൻ പറ്റും. മാളിയായ ഫെയിലുകളെ ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റും. നമ്മൾ ആ കഥയിൽ നോക്കാം. ആ കഥയിൽ കൊടുത്തിട്ടുള്ള കളറിലുള്ള വേർഡ്സ് നമുക്കിങ്ങനെ ക്രമീകരിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എവിടെയാണ്? നമ്മളിതാ ഈ ഭാഗത്താണ്, ഈ താഴ്ഭാഗത്താണ് മോഡിലുള്ള ഇതുപോലെ ആ ഓർഡറിൽ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഏതാണ് എഴുതേണ്ടത്? ഇവിടെ മുദക്കർ എന്നതിന് നേരെയാണല്ലോ അതിലെ. മുദക്കർ എന്നതിന് നേരെയാണ്, അതുപോലെ മുഫ്രദ് ആണ്. അപ്പോൾ മുദക്കർ മുഫ്രദ് എന്ന് പറഞ്ഞാൽ മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്ത ഒരു കാര്യം, ഒരു വെർബാണ് ഇവിടെ പറയേണ്ടത്. അത് ഈ മുകളിലത്തെ ഇതിൽ എവിടെയുള്ളത്?
നല്ലഫ, നല്ലഫൽ വാലിദു. വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പ അല്ലേ, ഒരാളല്ലേ, ഒരു പുരുഷനല്ലേ. അപ്പോൾ നല്ലഫ വൃത്തിയാക്കി. ഈ നല്ലഫ അവൻ വൃത്തിയാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നല്ലഫ, അതിങ്ങനെ നല്ലഫ എന്ന് ഇവിടെ എഴുതുക. ഇനി നമ്മൾ എഴുതാൻ എന്താ, അവർ 2 പുരുഷന്മാർ ചെയ്തു എന്ന് പറയുന്ന എന്തോ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന വേർഡാണ് എഴുതേണ്ടത്. അതെവിടെയുള്ളത്? ഗസല, അവർ 2 പുരുഷന്മാർ കഴുകി. ആര്? അഹമ്മദും അവൻ്റെ ഉപ്പയും കഴുകി എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. ഗസല, അവർ 2 പുരുഷന്മാർ കഴുകി. അപ്പോൾ അത് ഈ മുസന്ന 2 എന്നതിൻ്റെ താഴേതായി ഇവിടെ. പിന്നെ 2 പുരുഷന്മാരല്ലേ, അപ്പോൾ മുദക്കർ എന്നതിൻ്റെ നേരെയായിട്ട് ഈ കോളത്തിലാണ് അത് വരേണ്ടത്. അപ്പോൾ ഗസല, ഗസല. ഇനി നമ്മൾ ഈ കോളത്തിൽ എന്താ എഴുതി? അടുത്ത ഈ കോളത്തിൽ എന്താ എഴുതണം? അവിടെ കുറേ പുരുഷന്മാർ ചെയ്തു എന്ന അർത്ഥമുള്ള ഏതോ വേർഡ് ഉണ്ടോ നോക്കൂ. ഇനി അങ്ങനെ ഒരു വേർഡ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ ആ കഥയിൽ അഹമ്മദും അവൻ്റെ ഉപ്പയും അല്ലേ 2 പുരുഷന്മാരേ ഉള്ളൂ. അതുകൊണ്ട് 2-ലേറെ പുരുഷന്മാർ ചെയ്തു എന്നൊരു വേർഡ്, ഒരു ഫീല് അതിൽ ഉണ്ടാവില്ല. പിന്നെ അടുത്തത് നോക്കൂ നിങ്ങൾ, റജഅത്ത്, അവൾ മടങ്ങി. ഓക്കെ, അത് ഇവിടെ ഉണ്ടല്ലേ, റജഅത്ത് സൈനബു. സൈനബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയല്ലേ, അതാണ് റജഅത്ത് എന്ന്. ഇനി ഇവിടെ ഈ കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? അവർ 2 സ്ത്രീകൾ എന്തോന്ന് ചെയ്തു എന്ന് പറഞ്ഞത്. അത് എന്ത് ചെയ്തു എന്നാണ്? അങ്ങനത്തെ ഇവിടെ റത്തബത്താ, അവർ 2 സ്ത്രീകൾ ക്രമീകരിച്ചു. ഏത് 2 സ്ത്രീകളെ കാര്യം അവിടെ പറയുന്നത്? ആയിഷയും ഫാത്തിമയും, 2 സ്ത്രീകൾ അല്ലേ, അവർ ക്രമീകരിച്ചു. റത്തബത്താ. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? അവർ കുറേ സ്ത്രീകൾ ചെയ്തു എന്ന് പറയുന്ന ഫീലാണ് വരേണ്ടത്. കാരണം ഈ ജംഅ് അല്ലേ, 2-ലേറെ എന്ന കോളവും പിന്നെ മുഅന്നസ് സ്ത്രീ ആണല്ലോ, അപ്പോൾ അത് 2 കൂടി ആയിട്ടുള്ള, അഥവാ കുറേ സ്ത്രീകൾ ചെയ്തു എന്ന അർത്ഥം കിട്ടുന്ന ഏത് വേർഡാണ് ഇവിടെ ഉള്ളത്? നല്ലഫ്ന അല്ലേ. ഈ നല്ലഫ്ന എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വർക്കിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാം മാലിയായ ഫീലുകളെയാണ്. ഇതുപോലെ നമുക്ക് മുലാരിയായ ഫീലുകളെയും ക്രമീകരിക്കാം. നിങ്ങൾ നോക്കി ഇവിടെ യഫ് അലു. യഫ് അലു എന്നാൽ അവൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അവൻ ഒരു പുരുഷനല്ലേ, അവൻ ഒരു പുരുഷനെ കുറിച്ചല്ലേ അവൻ എന്ന് പറയാ. അവൻ ചെയ്യുന്നു. യഫ് അലാനി എന്താ അതിൻ്റെ അർത്ഥം? ഇത് മുസന്ന എന്നതിൻ്റെ താഴെയല്ലേ ഉള്ളത്, അതുപോലെ മുദക്കർ എന്നതിൻ്റെ നേരെയാണ്. അപ്പോൾ 2 പുരുഷന്മാർ ചെയ്യുന്നു. പിന്നെ ജംഅ് എന്നതിൻ്റെ താഴെ എഴുതി എന്താ? യഫ് അലൂന, മുദക്കർ എന്നതിൻ്റെ നേരെയല്ലേ വരുന്നത്. അപ്പോൾ അവർ 2-ലേറെ പുരുഷന്മാർ ചെയ്യുന്നു. അപ്പോൾ യഫ് അലു എന്നാൽ അവൻ ചെയ്യുന്നു. യഫ് അലാനി അവർ 2 പുരുഷന്മാർ ചെയ്യുന്നു. യഫ് അലൂന അവർ കുറേ പുരുഷന്മാർ ചെയ്യുന്നു. ചെയ്യുന്നു എന്നാണ്, ചെയ്തു എന്നല്ല കേട്ടോ. പിന്നെ തഫ് അലു. തഫ് അലു എന്നാൽ അവൾ ചെയ്യുന്നു. ഒരു സ്ത്രീ, അവൾ എന്നാൽ ഒരു സ്ത്രീ അല്ലേ, അപ്പോൾ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുഫ്രദ് എന്നതിൻ്റെ താഴെ എഴുതിയത്. മുഅന്നസ് സ്ത്രീ ആയതുകൊണ്ടാണ് മുഅന്നസ് എന്നതിൻ്റെ നേരെ എഴുതിയത്. അപ്പോൾ അവൾ ചെയ്യുന്നു. തഫ് അലാനി അവർ 2 സ്ത്രീകൾ ചെയ്യുന്നു. യഫ് അൽന, ഈ യഫ് അൽന എന്നുള്ള വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. തഫ് അലു തഫ് അലാനി അത് 2-നെയും തുടക്കത്തിൽ താ ആണ്, പക്ഷേ യഫ് അൽന എന്ന് എത്തുമ്പോൾ അത് വീണ്ടും താ അല്ല യാ ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. യഫ് അൽന അവർ കുറേ സ്ത്രീകൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അവൻ ചെയ്യുന്നു, അവർ 2 പുരുഷന്മാർ ചെയ്യുന്നു, അവർ 2-ലേറെ പുരുഷന്മാർ ചെയ്യുന്നു. അതാണ് മുകളിലത്തെ വരിയിൽ. പിന്നെ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത്. അവൾ ചെയ്യുന്നു, അവർ 2 സ്ത്രീകൾ ചെയ്യുന്നു, അവർ കുറേ സ്ത്രീകൾ ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ആ കഥയിലെ ഫീലുകളെ, മാതിയായ ഫീലുകളൊക്കെ പിന്നീട് മുലാരി ആക്കിയില്ലേ, ആ മുലാരി ആക്കിയ കഥ നോക്കിയിട്ട് അതിലുള്ള മുലാരിയായ ഫീലുകളൊക്കെ ഈ ബ്ലാങ്കായ സ്ഥലത്ത് ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റിയിട്ടുള്ള ആ കഥ ഇതാ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു. അത് നോക്കിയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം പൂരിപ്പിക്കേണ്ടത്. അവൻ ഒരു പുരുഷൻ ചെയ്യുന്നു, അഥവാ അവൻ ചെയ്യുന്നു എന്നർത്ഥമുള്ള ഒരു ഫീലാണ് നമ്മൾ എഴുതേണ്ടത്. അതേതാ ഇവിടെ ഉള്ളത്? യുനല്ലിഫു, അവൻ വൃത്തിയാക്കുന്നു. ഇനി അടുത്ത നോക്കാം. ഇവിടെ നമ്മൾ ഏത് എഴുതണം? ഇവിടെ
മുസന്ന എന്നതിൻ്റെ താഴെയല്ലേ, അപ്പോൾ 2. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ മുദക്കർ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മുദക്കർ എന്നതുമല്ലേ, 2 പുരുഷന്മാർ എന്ന അർത്ഥം കിട്ടുന്ന 2 പുരുഷന്മാർ ചെയ്യുന്നു എന്ന അർത്ഥമുള്ളതാണ് എഴുതേണ്ടത്. ഏതാണ്? യഗ്സിലാനി, അവർ 2 പേർ 2 പുരുഷന്മാർ, ആര്? അഹമ്മദും അവൻ്റെ ഉപ്പയും കഴുകുന്നു. യഗ്സിലാനി, അതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താ എഴുതണം? അവർ കുറേ പുരുഷന്മാർ എന്തോന്ന് ചെയ്യുന്നു എന്ന് ആണോ? അപ്പോൾ അങ്ങനെ ഒരു വേർഡ് ഇതിലില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ കഥയിൽ അഹമ്മദും അവൻ്റെ ഉപ്പയും മാത്രമേ പുരുഷന്മാരായിട്ടുള്ളൂ, 2 പുരുഷന്മാരേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ പുരുഷന്മാർ ചെയ്തു എന്ന ഒരു ഫീൽ അതിലുണ്ടാവില്ല. പിന്നെ തർജു, അത് ഇവിടെ കൊടുത്തിരിക്കുന്നു അല്ലേ, അവൾ മടങ്ങുന്നു, തർജു സൈനബ്. ഇനി ഇവിടെ നമ്മൾ എന്താണ്? മുസന്ന എന്നതിൻ്റെ താഴെ, അതുപോലെ മുഅന്നസ് എന്നതിൻ്റെ നേരെ മുസന്ന എന്നതിൻ്റെ താഴെ ആയിട്ട് നമ്മൾ എന്തെഴുതണം? 2 സ്ത്രീകൾ, അവർ 2 സ്ത്രീകൾ ചെയ്യുന്നു എന്ന അർത്ഥമുള്ളത് എഴുതണം. അതേതാണ്? അതാണ് ഈ തുറത്തിബാനി, തുറത്തിബാനി എന്നാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഇവിടെയോ? ഇവിടെ ഏത് വേർഡായി വരേണ്ടത്? മുഅന്നസ് എന്നതിൻ്റെ നേരെയാണ്, പിന്നെ ജംഇ എന്നതിൻ്റെ താഴെയാണ്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, ജംഇ എന്ന് പറഞ്ഞാലോ ഒരാളാണോ? അല്ല. 2 ആളാണോ? അല്ല. 2ലേറെ സ്ത്രീകൾ ചെയ്യുന്നു എന്ന അർത്ഥമുള്ള വേർഡാണ് എഴുതേണ്ടത്. ഏതാണ്? യുനല്ലിഫ്ന, ഉമ്മയും അല്ലേ ആ പെൺകുട്ടികളും, 3 പേരുണ്ട്, അവർ വൃത്തിയാക്കുന്നു. യുനല്ലിഫ്ന, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. നുക്മിലു, നമുക്ക് ഫിൽ ചെയ്യാം. ഇവിടെ ബ്ലാങ്ക് ആയ സ്ഥലത്തൊക്കെ നമുക്ക് പൂരിപ്പിക്കാം, അതാണ് പൂർത്തീകരിക്കാം. ഓക്കെ, നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ ഇത്, അതേ ആ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവിടെ മുഫ്രദ് എന്നുണ്ട്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, ഏകവചനം. മുസന്ന എന്ന് പറഞ്ഞാൽ 2 ആണ് ദ്വിവചനം. ജം എന്ന് പറഞ്ഞാൽ 2ലേറെ അഥവാ ബഹുവചനം. പിന്നെ ഇവിടെയും നമ്മൾ നേരത്തെ ഇവിടെ ഒരു കാര്യം കണ്ടിരുന്നു. എന്താ പറഞ്ഞത്? ഇത് മുദക്കർ. ഇവിടെയോ മുഅന്നസ് എന്ന് കൂടി ഉണ്ടാവും. മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ. ഇത് പുരുഷന്മാരെ കാര്യമാണ് പറയുക. അവർ 2 പുരുഷന്മാർ, അവർ കുറേ പുരുഷന്മാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ക്രമീകരിക്കും. പിന്നെ അതിൻ്റെ താഴെടുത്തോ അവൾ ചെയ്തു, അവർ 2 സ്ത്രീകൾ ചെയ്തു, അവർ കുറേ സ്ത്രീകൾ ചെയ്തു. ഈ രീതിയിലല്ലേ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഏത് ഫെയിലിനെയും നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മാലിയായ ഫെയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ജലസ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഇരുന്നു എന്നാണ് അർത്ഥം. ജലസ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വേർഡായിരിക്കും ജലസ അല്ലേ, ഈ ജിലീസ് എന്നൊക്കെ കേൾക്കാറില്ലേ. ഓക്കെ, ജലസ ഇരുന്നു. അപ്പോൾ ജലസ എന്ന് പറഞ്ഞാൽ അത് മുഫ്രദ് എന്നതിൻ്റെ താഴെയാണല്ലോ, അപ്പോൾ ഒരാൾ ചെയ്തതാണ്. പിന്നെ മുദക്കർ എന്നതിൻ്റെ നേരെയാണല്ലോ, ഒരു പുരുഷൻ അല്ലേ, അതൊരു പുരുഷനാണ്. അവൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനല്ലേ, അവൻ ഇരുന്നു. ഇനി മുസന്ന എന്ന കോളത്തിൻ്റെ താഴെ വരണം. അതുപോലെ മുദക്കർ, പുരുഷൻ ചെയ്തു. അവർ 2 പുരുഷന്മാർ ചെയ്തു എന്നാണ്, അവർ 2 പുരുഷന്മാർ ഇരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാ? ജലസാ, ഒരു അലിഫ് അധികം, ജലസാ. ഇനി അടുത്ത നോക്കൂ, അൽ ജംഅ് എന്നതിൻ്റെ താഴെയാണ് വരേണ്ടത്. അതിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ജലസൂ അല്ലേ. അത് പുരുഷന്മാരല്ലേ ആണ് അല്ലേ, മുദക്കർ എന്നതിൻ്റെ നേരെയാണ് വന്നിട്ടുള്ളത്. ജംഅ് എന്നതിൻ്റെ താഴെയാണ്. അപ്പോൾ പുരുഷൻ, കുറേ പുരുഷന്മാർ. അപ്പോൾ ജലസൂ, അവർ കുറേ പുരുഷന്മാർ ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇത് മുഅന്നസ്, സ്ത്രീ അല്ലേ. എത്ര സ്ത്രീകളാണ്? ഒരു സ്ത്രീ. അവൾ ഒരു സ്ത്രീ ഇരുന്നു എന്ന് പറയണം, അഥവാ അവൾ ഇരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയാ? ജലസത്ത് എന്നാണ് പറയുക. ജലസത്ത എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതെന്താണ്? അവർ 2 സ്ത്രീകൾ ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അവർ കുറേ സ്ത്രീകൾ ഇരുന്നു എന്ന് ഇവിടെ പറയണം. അതെങ്ങനെ പറയാ? ജലസ്ന. ഓക്കെ, ഇനി അടുത്ത കോളത്തിൽ നോക്കൂ നിങ്ങൾ. അവിടെയും ഇങ്ങനെ കാണാം, മുഫ്രദ്, സിംഗുലർ, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം അഥവാ 2 ആളുകളെ സൂചിപ്പിക്കുന്നതാണ്. അൽ ജംഅ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. യജ്ലിസു, അതിൻ്റെ അർത്ഥം എന്താ? അവൻ ഇരിക്കുന്നു. അപ്പോൾ അത് മുഫ്രദ് എന്നതിൻ്റെ താഴെ അവൻ ഒരാളാണ്, മുദക്കറാണ് അഥവാ പുരുഷനാണ്. അപ്പോൾ അവൻ ഇരിക്കുന്നു.
ഇവിടെ ഈ മുസന്ന എന്നതിൻ്റെ താഴെ എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? അവർ 2 പുരുഷന്മാർ ഇരിക്കുന്നു എന്ന അർത്ഥമുള്ള എഴുതണം. അപ്പോൾ യജിലിസാനി, യജിലിസു, യജിലിസാനി. അപ്പോൾ മുസന്നയുടെ താഴെ എന്താ എഴുതണം? യജിലിസാനി. പിന്നെ യജിലിസൂന, അത് ഓൾറെഡി അവിടെ ഉണ്ട്. യജിലിസൂന എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവർ കുറേ പുരുഷന്മാർ ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ എന്ത് എഴുതണം? അവൾ ഇരിക്കുന്നു എന്ന് എഴുതണം. അപ്പോൾ തജിലിസു, എന്താ എഴുതേണ്ടത്? തജിലിസു, അവൾ ഇരിക്കുന്നു. തജിലിസാനി, അവർ 2 സ്ത്രീകൾ ഇരിക്കുന്നു. അവർ കുറേ സ്ത്രീകൾ ഇരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ എഴുതുക? യജിലിസ്ന, യജിലിസ്ന, അങ്ങനെയാണ് എഴുതുന്നത്, യജിലിസ്ന. അതാ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം അതാ ഞാനിവിടെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത, ജലസ്ന. ഇനി അതിൻ്റെ മീനിങ് പറയേണ്ടതുണ്ടോ? ഉണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജലസ, അവൻ ഇരുന്നു. ജലസ, അവർ 2 പുരുഷന്മാർ ഇരുന്നു. ജലസു, അവർ കുറേ പുരുഷന്മാർ ഇരുന്നു, 2ലേറെ പുരുഷന്മാർ ഇരുന്നു. ജലസത്ത്, അവൾ ഇരുന്നു. ജലസത, അവർ 2 സ്ത്രീകൾ ഇരുന്നു. ജലസ്ന, അവർ 2ലേറെ സ്ത്രീകൾ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങ് നോക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇരുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മാലിയാണ് അല്ലേ? മാലിയായ ഫീലുകളാണ് ഇതെല്ലാം. ഇനി നോക്കൂ നിങ്ങൾ, യജിലിസു, അവൻ ഇരിക്കുന്നു. അവൻ ഒരു പുരുഷനാണ് അല്ലേ? അതാണ് യജിലിസു, ഒരാളാണ്, പുരുഷനാണ്. യജിലിസു. യജിലിസാനി, അവർ 2 പുരുഷന്മാർ ഇരിക്കുന്നു. യജിലിസൂന, അവർ കുറേ പുരുഷന്മാർ ഇരിക്കുന്നു. തജിലിസു, അവൾ ഇരിക്കുന്നു. ഒരു സ്ത്രീയാണ് അവൾ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, സ്ത്രീയുമാണ് അവൾ ഇരിക്കുന്നു. തജിലിസാനി, അവർ 2 സ്ത്രീകൾ ഇരിക്കുന്നു. യജിലിസ്ന, അവർ കുറേ സ്ത്രീകൾ ഇരിക്കുന്നു, 2ലേറെ സ്ത്രീകൾ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിന് മുലാരി അഥവാ പ്രസൻറ്റ് ടെൻസാണ് ഇതല്ലേ? മുലാരി. ഈ വേർഡ്സിനൊക്കെ ഫ്യൂച്ചറിൻ്റെ അർത്ഥമുണ്ട് കേട്ടോ. യജിലിസു, യജിലിസാനി, യജിലിസൂന. മുലാരി എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫ്യൂച്ചറിൻ്റെ അർത്ഥമുണ്ട്, പ്രസൻറ്റിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഇരിക്കും എന്നും ഇതിന് അർത്ഥം പറയാം. ഓക്കെ, ഏതാണ്ട് 3/4 മണിക്കൂർ സമയമായി നമ്മൾ ഈ ഭാഗം പറയുന്നു. അപ്പോൾ ഇനിയും ചില വർക്കുകൾ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.